ഹായ് ഡിയർ, വെൽക്കം ടു സഹറാമ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഷവർമ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഷവർമ ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 3/4 ഗ്ലാസ് പാല്, 2 മുട്ട, അതുപോലെ അതിലേക്ക് വേണ്ടുന്ന ഈസ്റ്റ്, പിന്നെ കുറച്ച് നെയ്യ് ഉരുക്കിയെടുത്തതാണിത്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് നല്ല ഒരു അരമണിക്കൂർ നല്ല ഒരു സോഫ്റ്റായി കുഴച്ചെടുക്കാം. പച്ച വെള്ളത്തിൽ തന്നെ പാലും കൂട്ടി പിന്നെ ഞാനിവിടെ കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള പച്ചക്കറി അത് സോഫ്റ്റായി വരെ ഒരു അരമണിക്കൂറാവും. ഒരു നനച്ച തുണി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പം പിന്നെ അത് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കവിടെ പച്ചക്കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ്, അതുപോലെ തന്നെ കാബേജ്, പിന്നെ കക്കരി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില എല്ലാം കൂടെ നല്ല ചെറിയ തോതിൽ നല്ല ഒരു ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കന്, അപ്പോൾ ചിക്കനും ഞാൻ ഇവിടെ ഒരു ഹാഫ് വേവിൽ അല്ല കൂടുതലായിട്ട് കരിയുകയും വേണ്ട, നമുക്ക് പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് വറുത്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ പരത്തിയെടുക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തു ഇക്കയാണ് പരത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു പാനിൽ വെച്ച് ഒരു ഇരുമ്പ് പാനിൽ വെച്ചാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. അപ്പം അതും ഇവിടെ ഞാൻ ചുട്ടെടുത്തു. ഇനി നമുക്കിതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കുന്ന ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മുട്ട, അതുപോലെ തന്നെ മയോണൈസ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് 2 മുട്ടയും കുറച്ച് ഓയിലും മതി. മുട്ടയുടെ വെള്ള ഒരു 2 കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു 3-4 മുട്ട എടുക്കണം. അതിൻ്റെ വെള്ള എടുത്ത് നമുക്ക് മിക്സിയിലിട്ടു. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്യണം, അല്ലാതെ ഞാൻ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുബൂസിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ മയോണൈസ് ആദ്യം കുറച്ചൊന്ന് പുരട്ടി കൊടുത്തു. ഇനി അതിന് മുകളിൽ